Here in the new chapter, through the alimentary canal, we are discussing about nutrition and digestion. Sensing the smell of a plantain, Pathuma's goat made her appearance before me. I peeled off the skin and ate the plantain. Seeing me eating something, Umma's refugee cats too appeared there. The hens, trotting under Umma's care, also came. I gave the peel of the plantain to Pathuma's goat. The goat stood there expecting more. This is a portion from പാത്തുമ്മയുടെ ആട് ബൈ വൈക്കം മുഹമ്മദ് ബഷീർ. നോക്കൂ, നമ്മുടെ ഈ അധ്യായം തുടങ്ങുന്നത് പ്രസിദ്ധ സാഹിത്യകാരനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കഥയിൽ നിന്നെടുത്ത ഒരു ഭാഗത്തിലൂടെയാണ്. ബഷീർ ഇവിടെ വാഴപ്പഴം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാഴപ്പഴത്തിൻ്റെ മണം കേട്ട് പാത്തുമ്മയുടെ ആട്, ഈ കഥയിലെ പ്രധാന കഥാപാത്രം, അവിടെ എത്തുന്നു. ബഷീർ പഴത്തിൻ്റെ തൊലി കളഞ്ഞ് പഴം കഴിക്കുന്നു. അതിനുശേഷം അതിൻ്റെ തൊലി പാത്തുമ്മയുടെ ആടിന് കൊടുക്കുന്നു. ആട് കൂടുതൽ പ്രതീക്ഷിച്ച് അവിടെ തന്നെ കാത്തു നിൽക്കുന്നു. അതേസമയം അവിടെ കുറച്ച് പൂച്ചകളുണ്ട്, അതുപോലെ തന്നെ കോഴികളുണ്ട്. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബഷീർ ഈ പഴം കൊടുത്തത്, പഴത്തിൻ്റെ തൊലി കൊടുത്തത് ആടിനാണ്. എന്താണ് ബഷീർ മറ്റുള്ള ജീവികൾക്ക് ഈ പഴത്തിൻ്റെ തൊലി കൊടുക്കാതിരുന്നത്? അതാണ് ചോദ്യങ്ങൾ. വൈ ഈസ് ദ പീൽഡ് സ്കിൻ ഓഫ് ദ പ്ലാന്റെയിൻ ഗിവൻ ടു ദ ഗോട്ട് ആൻഡ് നോട്ട് ടു കാറ്റ് ഓർ ഹെൻസ്? വാട്ട് ആർ ദ വേരിയസ് ടൈപ്പ് ഓഫ് ഫുഡ് ദാറ്റ് ഗോഡ്സ് ഈറ്റ്? അങ്ങനെയാണെങ്കിൽ ആടിനിപ്പോൾ പഴത്തിൻ്റെ തൊലി കൊടുത്തു, അതുപോലെ മറ്റെന്തെല്ലാമാണ് ആട് കഴിക്കുക? അതർ ഓർഗാനിസംസ് ഇൻ ദ സറൗണ്ടിങ്സ് ആൾസോ ടേക്ക് ഫുഡ്. ഒബ്സർവ് ദ പിക്ചർ. നമ്മുടെ ചുറ്റുമുള്ള മറ്റു ജീവജാലങ്ങളും ഇതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം പരിശോധിക്കാം. Here we can see a lion, a cow, a butterfly, a caterpillar, a bird and a fish. Do all them eat the same food? What is the diversity seen in the mode of procuring food? Complete the table given below and note down in your science diary. ഈ ചിത്രത്തിലെ വ്യത്യസ്ത ജീവികൾ എങ്ങനെയാണ് ഭക്ഷണം കണ്ടെത്തുന്നതും കഴിക്കുന്നതും നമുക്കൊന്ന് പട്ടികപ്പെടുത്തി നോക്കാം. ഡു ആൾ ഓഫ് ദം ഈറ്റ് ദ സെയിം ഫുഡ്? എല്ലാവരും ഒരേ ഭക്ഷണമാണോ കഴിക്കുന്നത്? എന്താണ് അവ തമ്മിലുള്ള വ്യത്യാസം? ഹിയർ ഇൻ ദ ടേബിൾ യു ക്യാൻ സി ഓർഗാനിസം, അതായത് ജീവിയുടെ പേര്, ഫുഡ് ഏത് തരം ഭക്ഷണമാണ് കഴിക്കുന്നത്, മോഡ് ഓഫ് ഈറ്റിംഗ് എങ്ങനെയാണ് അവ കഴിക്കുന്നത്. വൺ എക്സാമ്പിൾ ഈസ് ഗിവൺ ഹിയർ. ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റർപില്ലർ, അതായത് ശലഭത്തിൻ്റെ പുഴു. അത് തിന്നുന്നത് ലീഫ്, അതായത് ഇലയാണ്. അത് തിന്നുന്ന രീതി കാർന്ന് തിന്നുന്നു, അഥവാ നിബിൾസ്. നൗ വി ക്യാൻ സീ സം വീഡിയോസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് we can note down in our science diary. Here you can see a tiger eating the meat of a cow by tearing with its sharp teeth. ഇവിടെ കടുവ വേട്ടയാടിയിട്ടുള്ള മൃഗത്തിൻ്റെ മാംസം തൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് കടിച്ച് കീറിയിട്ടാണ് തിന്നുന്നത്. ഇവിടെ നമുക്ക് ആടുകളെ കാണാം. അവ ഇലകൾ അടങ്ങിയ തണ്ടുകളൊക്കെ അവ ഇലകൾ കടിച്ചു മുറിച്ച് അതേപോലെ ചവച്ചരച്ചിട്ടാണ് തിന്നുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഗോഡ്സ് ആർ ഈറ്റിംഗ് ദ ലീഫ്ലെറ്റ്സ് ബൈ കട്ടിംഗ് ആൻഡ് chewing. And here you can see a pigeon. പ്രാവിനെ നമുക്ക് അവിടെ കാണാം. ഈ സ്പെക്കിംഗ് ദ ഫുഡ്, അതിങ്ങനെ
ഭക്ഷണം ഇങ്ങനെ കൊത്തി തിന്നുന്നത് നമുക്ക് കാണാൻ കഴിയും. Now you can see a butterfly sucking the nectar from the flower. നമ്മൾ നിത്യവും കാണുന്ന പൂമ്പാറ്റ പൂവിൽ നിന്ന് ഭക്ഷണം, പൂവിൽ നിന്ന് തേൻ വലിച്ചു കുടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. Here there is some fishes. We can see they are swallowing the food. മത്സ്യങ്ങൾ അവയ്ക്ക് കിട്ടിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കൊത്തി വിഴുങ്ങുകയാണ് ചെയ്യുന്നതെന്ന് കാണാം. Here there is caterpillar, ശലഭപ്പുഴു. അത് ഇലകൾ കാർന്ന് തിന്നുകയാണ് ചെയ്യുന്നത്. നമ്മൾ വ്യത്യസ്തമായ ആഹാര രീതികൾ പരിചയപ്പെട്ടു. നിബ്ലിംഗ്, സക്കിംഗ്, കട്ടിംഗ് ആൻഡ് ചൂയിങ്, ടിയറിംഗ് ദ മീറ്റ് ആൻഡ് കാർവിംഗ്. Then, what is nutrition? All organisms need food. The food and the mode of procuring it differ from organism to organism. The process of intake and utilization of food by organisms is called nutrition. Plants are also organisms. Don't they also require food? അപ്പോൾ എന്താണ് ന്യൂട്രീഷൻ, അതായത് പോഷണം എന്ന് നമുക്ക് പരിശോധിക്കാം. നമുക്ക് നേരത്തെ നമ്മൾ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലായി എല്ലാ ജീവികൾക്കും ആഹാരം ആവശ്യമുണ്ട്. എല്ലാ ജീവികളും കഴിക്കുന്ന ആഹാരവും ആഹാരം തേടുന്ന രീതിയും വ്യത്യസ്തമാണ്. ദ പ്രോസസ് ഓഫ് ഇൻടേക്ക്, അതായത് ആഹാര സമ്പാദനവും, ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് ഫുഡ്, ആഹാരത്തിൻ്റെ ഉപയോഗവും, ഇത് രണ്ടും ചേർന്ന പ്രക്രിയയ്ക്കാണ് ന്യൂട്രീഷൻ അഥവാ പോഷണം എന്ന് പറയുന്നത്. പ്ലാന്റ്സ് ആർ ആൾസോ ഓർഗാനിസംസ്. സസ്യങ്ങൾക്കും ജീവനുണ്ട്. അവ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, അല്ലെങ്കിൽ അവയ്ക്കും ഭക്ഷണം ആവശ്യമില്ലേ? ഹിയർ യു ക്യാൻ സീ എ പിക്ചർ ഡിസ്ക്രൈബിംഗ് ഫോട്ടോസിന്തസിസ് ആൻഡ് യു ക്യാൻ സീ എ വീഡിയോ ആൾസോ. ഡോണ്ട് യു നോ വിച്ച് പ്രോസസ് ഈസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് പിക്ചർ? നമ്മൾ കണ്ട വീഡിയോയിലും അതുപോലെ ഈ ചിത്രത്തിലും എന്തിനെ പറ്റിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്? It is about photosynthesis. What are the factors required for photosynthesis? അങ്ങനെയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തിന്, ഫോട്ടോസിന്തസിസിന് എന്തെല്ലാം ആവശ്യമാണ്? Which is the gas received by plants during photosynthesis? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം നടക്കുമ്പോൾ ഏത് വാതകമാണ് സസ്യങ്ങൾ സ്വീകരിക്കുന്നത്, റിസീവ് ചെയ്യുന്നത്? Which is the gas given out? ഏത് ഗ്യാസാണ്, വായുവിലെ ഏത് ഘടകമാണ് സസ്യങ്ങൾ പുറന്തള്ളുന്നത്? നമുക്കറിയാം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ സ്വീകരിക്കുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുകയും ചെയ്യുന്നു. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ്. ദേ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്, ഹെൻസ് ദേ ആർ കാൾഡ് ഓട്ടോട്രോപ്സ്. ഓൺ ദ അതർ ഹാൻഡ്, there are organisms which are unable to synthesize their own food and therefore depend on other organisms for food. They are called heterotrophs. ഈ ഹരിതകമുള്ള സസ്യങ്ങളെല്ലാം തന്നെ സ്വയം ആഹാരം പാകം ചെയ്യുന്നു. അതുകൊണ്ട് അവയെ നമ്മൾ ഓട്ടോട്രോപ്സ് അഥവാ സ്വപോഷികൾ എന്ന് പറയുന്നു. അതേസമയം മറ്റു ജീവജാലങ്ങളെല്ലാം തന്നെ സ്വന്തമായി ആഹാരം പാകം ചെയ്യാൻ കഴിവില്ലാത്തവയാണ്. അവ ഭക്ഷണത്തിന് വേണ്ടി മറ്റു ഇതര ജീവജാലങ്ങളെയോ അതുപോലെ തന്നെ സസ്യങ്ങളെയോ ഒക്കെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് അവയെ നമ്മൾ ഹെട്രോട്രോപ്സ് അഥവാ പരപോഷികൾ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വിഭാഗം
ജീവജാലങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒന്ന് സ്വപോഷികളും മറ്റൊന്ന് പരപോഷികളും. And now we can see some pictures. Haven't you learned earlier about parasitic plants, saprophytes, etc.? Observe the pictures given below. Here there is the picture of a sandalwood tree and Monotropa and Loranthus. And there is a picture of Cascata also. Classify the plants indicated in the pictures and note down in the given table. ഇവിടെ 3 തരത്തിലുള്ള സസ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ 5ാം ക്ലാസ്സിൽ ഇതിൻ്റെ മുൻപേ പഠിച്ചിട്ടുള്ളൊരു ഭാഗമാണ്. ആ ധാരണ വെച്ചുകൊണ്ട് നമുക്കിവയൊന്ന് തരംതിരിച്ച് നോക്കാം. വൺ ഈസ് ടോട്ടൽ പാരസൈറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണപരാതം. പാർഷ്യൽ പാരസൈറ്റ് അതായത് അർദ്ധപരാതം. സാപ്രോഫൈറ്റ് ശവോപജീവികൾ. We know in sandalwood tree during the initial stages of growth it takes water and minerals from the roots of other plants. ചന്ദനമരം അതിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ പോഷകങ്ങൾ വലിച്ചെടുക്കുന്നത് മറ്റു സസ്യങ്ങളുടെ വേരുകളിൽ നിന്നാണ്. അപ്പം അതിനെ നമുക്ക് ഏത് വിഭാഗത്തിൽപ്പെടുത്താം? അതിനെ അർദ്ധപരാതം അഥവാ പാർഷ്യൽ പാരസൈറ്റ് എന്ന വിഭാഗത്തിൽ പെടുത്താം. കാരണം അതിൻ്റെ ആദ്യഘട്ടത്തിൽ അത് ആഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പോഷകങ്ങൾക്ക് വേണ്ടി മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അത് സ്വയം പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം പാകം ചെയ്യുന്നു. Then the next one, Loranthus. For water and minerals, it depends on the plant on which it lives. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലൊറാന്തസ് അഥവാ ഇത്തിക്കണ്ണി, അതിൻ്റെ വേരുകൾ ഉണ്ട്. അത് ആതിഥേയ സസ്യത്തിൻ്റെ കാണ്ഡത്തിലേക്ക് തുളച്ചു കയറി ജലവും ലവണങ്ങളുമെല്ലാം വലിച്ചെടുക്കുന്നു. അതേസമയം തന്നെ അത് സ്വയം ആഹാരം പാകം ചെയ്യുന്നുമുണ്ട്. അപ്പം അതിനെ ഏത് വിഭാഗത്തിൽപ്പെടുത്താം? അതിനെ അർദ്ധപരാതം അഥവാ പാർഷ്യൽ പാരസൈറ്റ് എന്ന വിഭാഗത്തിൽ പെടുത്താം. നെക്സ്റ്റ് വൺ, മോണോട്രോപ്പ. ഇറ്റ് ടേക്സ് ഫുഡ് ഫ്രം ദ ഡീക്കേഡ് ഓർഗാനിക് മാറ്റേഴ്സ്. മോണോട്രോപ്പ എന്ന് പറയുന്ന ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്ന ഈ ജീവജാലങ്ങൾ ജീർണിച്ച അവശിഷ്ടങ്ങളിൽ നിന്നാണ് അവ ഭക്ഷണം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അവയെ നമുക്ക് സാപ്രോഫൈറ്റ്സ് എന്ന് പറയാം, ശവോപജീവികൾ. Then another one, Cascata. For food it depends upon the plant on which it lives. Cascata എന്ന് പറയുന്നത് അത് ഫോർ ഫുഡ് ഭക്ഷണത്തിന് വേണ്ടി ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ പ്ലാന്റ് ഓൺ വിച്ച് ഇറ്റ് ലിവ്സ്. പൂർണ്ണപരാഗം എന്ന് പറയുന്ന വിഭാഗത്തിൽ ഇരിക്കുന്ന പെടുത്താം. ആതിഥേയ സസ്യത്തെ തന്നെയാണ് പ്രയോജനപ്പെടുത്തുന്നത്. അതിൽ നിന്നുള്ള ആഹാര പദാർത്ഥങ്ങളാണ് അത് വലിച്ചെടുക്കുന്നത്, അഥവാ മൂടില്ലാത്ത ആളി. ഇനി നമുക്ക് ഈ ഉദാഹരണത്തിൽ പറഞ്ഞ ജീവജാലങ്ങൾക്ക് പുറമെ, സസ്യങ്ങൾക്ക് പുറമെ മറ്റുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള സസ്യങ്ങളിൽ നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്തി നമുക്ക് പട്ടിക പൂരിപ്പിക്കാം. പട്ടികയിലുള്ളത് ടോട്ടൽ പാരസൈറ്റ് അതായത് പൂർണ്ണപരാതം, അതേപോലെ തന്നെ പാർഷ്യൽ പാരസൈറ്റ് അർദ്ധപരാതം, ആൻഡ് സാപ്രോഫൈറ്റ്. സാപ്രോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ശവോപജീവികൾ. വാട്ട് മേ ബി ദ റീസൺ ഫോർ ഡ്രൈയിങ് അപ്പ് ഓഫ് ദ ബ്രാഞ്ച് ഓൺ വിച്ച് ലോറാന്തസ് ഗ്രോസ്. ലോറാന്തസ് വളരുന്ന ചെടികൾ, അതായത് ഇത്തിക്കണ്ണി വളരുന്ന സസ്യങ്ങൾ പൂർണ്ണമായി നശിച്ചു പോകാൻ എന്താണ് കാരണം? യു നോ ഹൗ ഓർഗാനിസംസ് ലൈക്ക് മഷ്റൂംസ് വിച്ച് ബിലോങ് ടു ദ ഗ്രൂപ്പ് ഓഫ് ഫംഗി ഒബ്റ്റെയിൻ ഫുഡ്. ഇൻ വിച്ച് ഗ്രൂപ്പ് വിൽ യു ഇൻക്ലൂഡ് ദം ഇൻ ദ എബോവ് ടേബിൾ. നമുക്കറിയാം, സാധനങ്ങളൊക്കെ ചീഞ്ഞളിഞ്ഞ് പലതരത്തിലുള്ള കൂണുകൾ മുളച്ചു പൊന്തുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കവയെ മേൽപ്പറഞ്ഞ ഏത് വിഭാഗത്തിൽ പെടുത്താൻ കഴിയും? അപ്പോൾ നമ്മൾ പഠിച്ച ഉദാഹരണത്തിലെ മോണോട്രോപ്പ് പോലെ ഫംഗസ് വിഭാഗത്തിൽപ്പെടുന്ന മഷ്റൂംസ്, അതായത് കൂണുകളെല്ലാം ശവോപ സസ്യങ്ങളാണ് അഥവാ സാപ്രോഫൈറ്റുകളാണ്. ദർ ആർ പാരസൈറ്റ്സ് എമംഗ് അനിമൽസ് ടു. വിച്ച് ആർ ദേ? സസ്യങ്ങളിൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ പോലെ തന്നെ ജന്തുക്കളിലും പരാതങ്ങളുണ്ട്. അവ ഏതെല്ലാമാണ്? നമുക്ക് കണ്ടെത്താൻ കഴിയും. ഹിയർ ദർ ഈസ് ലവ്സ്, വേംസ്, ഫ്ലിയ എക്സെട്ര. ഇവയൊക്കെ നമ്മുടെ മനുഷ്യൻ്റെ ശരീരത്തിലും ജന്തുക്കളുടെ ശരീരത്തിലുമായിട്ട് അകത്തും പുറത്തുമായിട്ട് കാണുന്ന വിവിധ തരം പരാതങ്ങളാണ്. ലവ്സ് ആൻഡ് ഫ്ലിയ ആർ എക്സ്റ്റേണൽ പാരസൈറ്റ്സ്. നമുക്കറിയുന്നത് പോലെ തന്നെ
പേന്, അതുപോലെ തന്നെ ചെള്ള് തുടങ്ങിയ വിഭാഗത്തിൽപ്പെടുന്നവയെല്ലാം എക്സ്റ്റേണൽ പാരസൈറ്റ്സ്, അതായത് ബാഹ്യ പരാദങ്ങളാണ്. ബട്ട് വേം ഈസ് ആൻ ഇന്റേണൽ പാരസൈറ്റ്. വിരകൾ അവ ആന്തര പരാദങ്ങളാണ്. നമ്മൾ ഇടയ്ക്ക് വിരശല്യത്തിന് വേണ്ടിയിട്ട് സിറപ്പുകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഈ വിരകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഡു പാരസൈറ്റ്സ് ഹാം ദ ഹെൽത്ത് ഓഫ് ദ ഓർഗാനിസം വിച്ച് ദ ലിവ്? പരാദങ്ങൾ അവ ജീവിക്കുന്ന ജീവികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നുണ്ടോ? പ്രഡേറ്റേഴ്സ് ഓഫ് ദ പ്ലാന്റ് വേൾഡ്. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് പ്രഡേറ്റേഴ്സ്, മാംസബുക്കുകൾ, ഇരപിടിയന്മാരായിട്ടുള്ള സസ്യങ്ങൾ. ഇരപിടിയന്മാരായിട്ടുള്ള ജന്തുക്കളെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇരപിടിയന്മാരായ സസ്യങ്ങളെയാണ് പരിചയപ്പെടുന്നത്. ഡോണ്ട് യു നോ ദ ഫാക്ടേഴ്സ് ഓൺ വിച്ച് പ്ലാന്റ്സ് ഡിപ്പെൻഡ് ഫോർ ദ സിന്തസിസ് ഓഫ് ദെയർ ഓൺ ഫുഡ്? ലുക്ക് അറ്റ് ദീസ് പ്ലാന്റ്സ്. നമുക്കിപ്പോൾ അറിയാം പ്രകാശ സംശ്ലേഷണത്തിന് എന്തെല്ലാം കാര്യങ്ങൾ സസ്യത്തിന് ആവശ്യമുണ്ട് എന്നറിയാം, സ്വയം ആഹാരം പാകം ചെയ്യുന്നതിന്. ഹിയർ ദർ ഈസ് വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ പ്ലാന്റ് ആൻഡ് പിച്ചർ പ്ലാന്റ്. ദേ ആർ നോൺ ആസ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്. വീനസ് ഫ്ലൈട്രാപ്പ്, സൺഡ്യൂ ചെടി, അതുപോലെ പിച്ചർ ചെടി, ഇത്തരത്തിലുള്ള ചെടികൾ അറിയപ്പെടുന്നത് ഇരപിടിയൻ സസ്യങ്ങൾ എന്നാണ്. ദേ ആർ ഗിവൺ ഇൻ ദിസ് നെയിം ബിക്കോസ് ദേ ക്യാച്ച് ഇൻസെക്ട്സ്. ഇൻസെക്ടിവോറസ് എന്ന് പറയുന്ന പേര് വരാനുള്ള കാരണം ദേ ക്യാച്ച് ഇൻസെക്ട്, അവ ചെറിയ പ്രാണികളെ, ഇൻസെക്റ്റുകളെ, ചെറിയ പ്രാണികളെ ഭക്ഷണമായിട്ട് സ്വീകരിക്കും. ഫോട്ടോസിന്തസിസ് ടേക്ക് പ്ലേസ് ഇൻ ദിസ് പ്ലാന്റ്സ് ടു. ഇവയിൽ അതേസമയം പ്രകാശ സംശ്ലേഷണവും നടക്കുന്നുണ്ട്. ദെൻ വൈ ഡു ദേ ക്യാച്ച് ഇൻസെക്ട്സ്? അങ്ങനെയാണെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവുണ്ടെങ്കിൽ എന്തിനാണ് ഇവ മറ്റു ജീവികളെ ഇങ്ങനെ ആഹാരമായിട്ട് സ്വീകരിക്കുന്നത്? നമുക്കറിയാം സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് ജലവും ലവണങ്ങളും ആവശ്യമുണ്ട്. ബട്ട് എലമെന്റ്സ് ലൈക്ക് കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം ആൻഡ് അയൺ ആർ റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. സസ്യങ്ങൾക്ക് ലവണങ്ങളായി കാർബൺ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ, കാൽസ്യം, ഇരുമ്പ് എന്നിവയുടെ എല്ലാം അംശങ്ങൾ ആവശ്യമുണ്ട്. യു നോ ദാറ്റ് certain bacteria present in the soil, Acetobacter and Nitrobacter, convert atmospheric nitrogen to nitrates. നമ്മൾ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന അധ്യായത്തിലെ റൈസോബിയം ബാക്ടീരിയയെ പറ്റിയിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ണിൽ കാണപ്പെടുന്ന അസറ്റോബാക്ടർ, നൈട്രോബാക്ടർ എന്നീ ബാക്ടീരിയകൾ അവ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്ന് വലിച്ചെടുത്ത് അവയെ മണ്ണിൽ സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ പാകത്തിലുള്ള നൈട്രേറ്റുകൾ ആക്കി മാറ്റുന്നു. ദീസ് ബാക്ടീരിയ മെ നോട്ട് ബി പ്രസന്റ് ഇൻ ദ സോയിൽ വിത്ത് ഹൈ അസിഡിറ്റി. എന്നാൽ ഉയർന്ന അമ്ലഗുണമുള്ള, ആസിഡ് ഗുണമുള്ള മണ്ണിൽ ഇത്തരം ബാക്ടീരിയകൾ ഉണ്ടായിരിക്കുകയില്ല. പ്ലാന്റ്സ് ഇൻ വിച്ച് ഗ്രോ ഇൻ സച്ച് സോയിൽ ഡു നോട്ട് ഗെറ്റ് നൈട്രജൻ. അപ്പോൾ ഇത്തരം മണ്ണിൽ അസിഡിറ്റി കൂടുതലുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങൾക്ക് ആവശ്യത്തിനുള്ള നൈട്രജൻ ലഭിക്കുകയില്ല. It is to overcome the situation that such plants acquire the ability to catch insects. They obtain the required nitrogen from the digestion of the body of these insects. ഇങ്ങനെ മണ്ണിൽ നിന്ന് ലഭിക്കാത്ത നൈട്രജന്റെ അംശം, നൈട്രജന്റെ അഭാവം മണ്ണിൽ നിന്ന് കിട്ടാത്തത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം സസ്യങ്ങൾ തങ്ങളുടെ പ്രത്യേക അനുകൂലനങ്ങൾ വഴി പ്രാണികളെ പിടിച്ച് അവയുടെ ശരീരത്തിലെ ദ്രാവകത്തിൽ നിന്ന് നൈട്രജൻ വലിച്ചെടുത്ത് പോഷണത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുന്നു.